ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ 12ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവരും അല്ലാത്തവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് കാണുക. നമുക്ക് ഒത്തിരി നല്ല ന്യൂസുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് അടിപൊളി കാര്യങ്ങളാണ്. ഐഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, ഫോൾഡ് ഫോണുകളെ കുറിച്ച് കുറച്ച് അങ്ങനെ എല്ലാ സൈഡിൽ നിന്നുള്ള ന്യൂസുകളുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ പിക്സൽ ഫോണുകൾ, അതായത് പിക്സൽ ഫോൾഡ് ഫോണുകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയായിരുന്നു. ഇന്ത്യയിലോട്ട് ആ ഫോണുകൾ വന്നിരുന്നില്ല. അതുകൂടാതെ വലിയൊരു സക്സസ് ആയിരുന്നില്ല ആ ഒരു ഫോണ്. കാരണം സാംസങ്ങും പിന്നീട് വൺ പ്ലസും ഫോൾഡ് ഫോണുകൾ ഭരിച്ചത് അവരായിരുന്നു. തകർത്തടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. വൺ പ്ലസ് ആണെങ്കിലും സാംസങ് ആണെങ്കിലും അവരുടെ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒഴുക്കിൽ പിക്സൽ ഫോണുകൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു വർഷം ഒക്ടോബറിൽ പിക്സൽ ഫോൾഡ് ഫോൺ 2 വരാനായിട്ട് പോകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതായിരിക്കും എന്ന് പറയുന്നു. സോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. വന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിജയമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രൈസ് എങ്ങനെ പോയാലും അവർ 1.5 ലക്ഷത്തിന് മുകളിലിടും. കാരണം ഫോൾഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ. എനിവേ, പിക്സൽ ഫോൾഡ് 2 എന്ന് പറയുന്ന ഫോൺ ഈ വർഷം തീർച്ചയായിട്ടും വരും. മോട്ടറോളയുടെ മോട്ടോ വാച്ച് 40 എന്ന് പറയുന്ന ഒരു മോഡൽ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതും ഇന്ത്യയിലോട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത്. 5000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. 1.57 ഇഞ്ച് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ മോട്ടോ വാച്ച് ഓയസ് ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. 240 mAh ബാറ്ററിയാണ് ഇതിൽ പവറപ്പ് ചെയ്യുന്നത്. സോ ഒരു 10 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് പറയുന്നു. അതിൻ്റെ ലീക്ക്ഡ് ഇമേജുകൾ കാര്യങ്ങളെല്ലാം ഇതാണ്. സോ മോട്ടറോള വാച്ചുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന് മാത്രം. ഷവോമി റെഡ്മി A3 എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസം, അതായത് 14-ാം തീയതി ഇന്ത്യയിലോട്ട് ലോഞ്ച് ആവുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനാണ് അവർ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്. ഹാലോ ഡിസൈൻ എന്നാണ് അവരതിനെ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റിയൽ ടൈം ഫോട്ടോസും ലീക്കായിട്ടുണ്ട്. അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ 6.7 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെയും വരുന്നത്. 5000 mAh ബാറ്ററി ഉണ്ടാവും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും. ഏത് പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്തായാലും ഇതിൻ്റെ പ്രൈസ് 9000 രൂപയ്ക്ക് താഴെ ആയിരിക്കും. ഒരു ലോ ബഡ്ജറ്റ് ഫോൺ തന്നെയായിരിക്കും. 14-ാം തീയതി, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് കാത്തിരുന്നാൽ ഈ ഒരു ഫോൺ ഓൺലൈനിൽ വാങ്ങാനായിട്ട് സാധിക്കും. iPhone 16 സീരീസിൽ, അതായത് പ്രോ സീരീസ് അല്ല, നോർമൽ നമ്പർ സീരീസിൽ 16ലും 16 പ്ലസിൻ്റെയും ഡിസൈൻ ചേഞ്ച് ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്ന് പറയുന്നു. വേറെ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. അതിൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ ചെറിയൊരു മാറ്റം വന്നേക്കാം എന്നൊരു റൂമർ വരുന്നുണ്ട്. ഇത് കുറേ മുന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് മാറി വീണ്ടും പഴയതുപോലെ ആവും എന്ന് പറയുന്നു. പിന്നെയും പറയുന്നു ഇത് മാറുമെന്ന് പറയുന്നു. സോ കുറേ ആയിട്ട് ഇതിങ്ങനെ റൂമറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒന്നും കൂടിയും ഈ ഒരു ന്യൂസ് പൊന്തി വന്നിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുന്ന ആ ഒരു 16 സീരീസിൻ്റെ ക്യാമറ ഡിസൈൻ ഇത്തരത്തിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഗ്ലോമോ ഗ്ലോബൽ മൊബൈൽ അവാർഡ് 2023 ദി ബെസ്റ്റ് ഫോൺ ഏതാണ് എന്നുള്ള ഒരു വലിയൊരു ബഹുമതിയാണ് ഇത്, ഗ്ലോമോ അവാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നോമിനീസാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഐഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ തന്നെയാണ് കൂടുതൽ. കഴിഞ്ഞ വർഷം iPhone 14 Pro Max ആയിരുന്നു വിന്നറായിട്ട് വന്നത്. സോ ഈ വർഷം ഏതാണ് എന്നുള്ളത് വരാനിരിക്കുന്ന MWCയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ഇതല്ല വേറെ ഏതെങ്കിലും ഒരു ഫോണിനാണ് ദി ബെസ്റ്റ് ഗ്ലോബൽ ഫോൺ അവാർഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേതാണെന്നുള്ളതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. എല്ലാ കമ്പനിക്കാരും 6-7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുക്കുമ്പോൾ വൺ പ്ലസ് എന്തുകൊണ്ടാണ് 4 വർഷമൊക്കെ മാക്സിമം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തിട്ട് നിർത്തുന്നത് എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു നോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കിതിവിടെ വായിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് ഫോണിനെ ഒരു സാൻഡ്വിച്ച് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെജിറ്റബിൾ കാര്യങ്ങളും എല്ലാതും ഒരു സോഫ്റ്റ്വെയർ ആയിട്ടും കൺസിഡർ ചെയ്യാം. പുറമേയുള്ള ബ്രെഡ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഹാർഡ്വെയർ സംഭവങ്ങളാണ്. സോ അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾ മാറ്റുന്നത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ആ ഒരു ബ്രെഡ് പൂത്തുപോകും എന്നാണ് വൺ പ്ലസ് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ എത്ര തന്നെ മാറ്റി കൊടുത്താലും അത് താങ്ങാനുള്ള കപ്പാസിറ്റി അത്രയും വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഹാർഡ്വെയറിന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ 100% വൺ പ്ലസിൻ്റെ ആ ഒരു പോയിന്റിനോട് യോജിക്കുന്നു കേട്ടോ. ഇന്ത്യയിൽ ഒരു സർവേ അനുസരിച്ചിട്ട് മാക്സിമം ഒരു ഇന്ത്യക്കാരൻ ഉപയോഗിക്കുന്നത് ഒരു ഫോൺ 3 വർഷമാണ്.
പോട്ടെ 4 വർഷം, അതിനപ്പുറം ഒന്നും ഒരു ഫോൺ ആരും ഉപയോഗിക്കാറില്ല. ഇന്ത്യയിൽ നിന്നല്ല, ഗ്ലോബലി അങ്ങനെ തന്നെയാവും. പിന്നെ അത്രയും എന്താ പറയുക, ആറ്റുനോറ്റ് വാങ്ങി ബഡ്ജറ്റ് ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ് കുറേ വർഷം അതിപ്പോഴും ഓടിക്കാനായിട്ട് ശ്രമിക്കുക. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊന്നും വേണ്ട, കിട്ടുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നാൽ മതി. അത് ഒരു തരത്തിലും ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിൽ സെക്യൂരിറ്റി അപ്ഡേഷനോട് കൂടിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തരണം. ഒരു 4 വർഷം 5 വർഷം മാക്സിമം, അത് മതി. 7 വർഷത്തിനൊക്കെ പോയിട്ട് ആരത് ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു ടെക്നോളജി കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 5G തന്നെ അതിനൊരു വലിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ 2-3 കൊല്ലം മുന്നേ ഫോൺ എടുത്തിട്ടുള്ളവർക്ക് ഇനി എന്തായാലും 5G ഡിവൈസ് ഇല്ലാതെ പറ്റില്ല. കാരണം 4G അത്രയ്ക്കധികം ഡെഡ് സ്ലോ ആണ് 4Gയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ടെക്നോളജി ഇനിയും മാറും. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓഫറിംഗ് മാത്രമാണ്, അതുകൊണ്ട് ഒരു യൂസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും OnePlus പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഷവോമി 14 Pro സീരീസുകൾ 25-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ഉണ്ടായിരിക്കും. ഓൾറെഡി 14 Pro ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺ ചൈനയ്ക്ക് പുറത്തോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 25-ാം തീയതി നടക്കുന്ന ഇവന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 2 ഫോണുകളാണ്. ഷവോമി 14 Pro Ultra എന്ന് പറയുന്ന ഫോണും പിന്നെ നോർമൽ ഷവോമി 14 എന്ന് പറയുന്ന 2 ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും 25-ാം തീയതിക്ക് അറിയാം. ബാഴ്സലോണയിൽ തന്നെയാണ് ആ ഒരു ഇവന്റ് നടക്കുന്നത്. MWCക്ക് മുന്നാണ്, MWCയിലല്ല ഈ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. റിയൽമി 12 Pro സീരീസ് ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അത് വാങ്ങാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12 Pro Plusന്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മോഡൽ കൂടി വരുന്നുണ്ട് എന്നൊരു റൂമർ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കൂടുതൽ അപ്ഡേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സംഗതി കാണാനായിട്ട് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ അവൈലബിൾ ആയിട്ടുള്ള കളറുകളിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട്. നത്തിങ് ഫോൺ 2A ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പം അതങ്ങ് പീക്ക് ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുക. ട്വിറ്റർ എടുത്താലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഒക്കെ ഈ ഒരു ഫോണിൻ്റെ ലീക്ക്ഡ് ഇമേജുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇപ്പോൾ പുതിയൊരു ഇമേജ് കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ലൈറ്റ് കത്തുന്ന പരിപാടി ഉണ്ടായിരിക്കില്ല എന്നും പറയുന്നുണ്ട്, ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഡിസൈൻ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. റിയൽ ടൈം ഇമേജ് എന്ന് പറഞ്ഞിട്ട് വേറെയും വന്നിട്ടുണ്ട്. സോ അതിലൊരു ബാക്ക് സൈഡിൽ കേസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഡിസൈൻ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വരാനായിട്ട് പോകുന്നത്. സോ നല്ലൊരു ഫോണായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി കാത്തിരുന്ന് കാണാം. MWCയിൽ ഇതിൻ്റെ ഒരു റിലീസ് ഉണ്ടാകും എന്നാണ് മൊത്തത്തിൽ വരുന്നൊരു വാർത്ത. കാത്തിരുന്ന് കാണാം. iQ Neo 9 Pro ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. എനിവേ ഈ ഒരു ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇമ്മീഡിയറ്റ്ലി ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡെലിവറി ഉണ്ടായിരിക്കും. നമുക്കൊരൊറ്റ വേരിയൻ്റേ വരുന്നുള്ളൂ. iQ Neo 9 Pro എന്ന് പറയുന്ന വേരിയൻറ്റ് മാത്രമാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. iQ Neo 9 എന്ന് പറയുന്ന ആ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുന്നില്ല. അത് മോശമായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം നല്ലൊരു സ്പെക്ക് തന്നെയാണ് ആ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. പ്രൈസും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ചൈനയിലത്തെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇന്ത്യയിൽ 25,000 രൂപ. നോർമൽ 9-നും 9 Proക്ക് 35,000 36,000 ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു 999-ലാണ് പ്രൈസ് അവസാനിക്കുക എന്നുള്ളത് ആമസോണിൽ ടീസ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ 39,999 ആയിരിക്കാം, അല്ലെങ്കിൽ 30,999 ആയിരിക്കാം. പിന്നെ ഒരുപാട് ആളുകൾക്ക് റിയൽ ടൈമിൽ ഈ ഒരു ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ക്യാമറ ഒരു കാര്യമില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ കേൾക്കാനായിട്ട് സാധിച്ചത്. എന്താണെന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി വരും. പിന്നെ ഗെയിമിങ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോൺ. നിങ്ങളുടെ പ്രൈമറി പ്രിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഥമ ആവശ്യം എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും. മോട്ടറോള G04 എന്ന് പറയുന്ന ഒരു ഫോൺ 15-ാം തീയതി മുതൽ ഫ്ലിപ്കാർട്ടിലൂടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന ഒരു പ്രൊസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 6.5 ഇഞ്ച് വരുന്ന HD+ 90 Hz LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 16 മെഗാപിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. 5000 mAh ബാറ്ററിയും കൊടുക്കുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 4 GB റാം 64 GB ഇൻറ്റേർണൽ മെമ്മറിയോട് കൂടിയിട്ടുള്ള ഒരു വേരിയൻറ്റും 8 GB റാം 128 GB ഇൻറ്റേർണൽ മെമ്മറിയോട് കൂടിയിട്ടുള്ള മറ്റൊരു വേരിയൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രൈസും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8,000 രൂപയ്ക്ക് താഴെയാണ്.
ആ ഒരു ഷവോമി A3 ഒക്കെ ഉണ്ടല്ലോ, അതിനോട്ടൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടറോള ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. സോ മോട്ടറോള ഫോൺ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഈ ഒരു ബഡ്ജറ്റിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും മോട്ടറോള G34 എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു 1000-2000 രൂപയും കൂടിയും ബഡ്ജറ്റ് കൂട്ടിയിട്ടിട്ട് ആ ഒരു ഫോണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന നല്ലൊരു പെർഫോമൻസ് തരുന്ന ഫോൺ വാങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് ആ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഐഫോൺ SE 2024 അല്ലെങ്കിൽ ഐഫോൺ SE 4th ജനറേഷൻ, ഇതിൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജ് വന്നിട്ടുണ്ട്. സംഗതി കാണാൻ നല്ല രസമുണ്ട്. ഡൈനാമിക് ഐലൻഡ് ഇതിൽ വരുന്നുണ്ട്. ക്യാമറ ഡിസൈൻ ഈ കാണുന്ന തരത്തിലേക്കൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി വിടുന്ന ആളുകളുണ്ടല്ലോ, സമ്മതിച്ച് തന്നെ പറ്റുള്ളൂ. എനിവേ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. എനിവേ ഒരുപക്ഷെ ഐഫോൺ SE 2024ൻ്റെ ഡിസൈൻ ഇതായിരിക്കാം. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സാംസങ് ഗാലക്സി S24ൻ്റെ ഡിസ്പ്ലേ ഇഷ്യൂ. അതായത് ആ ഒരു വിവിഡ്നെസ് പല ഫോണുകൾക്കും കുറവാണ്, അത്ര ബ്രൈറ്റി ആയിട്ടുള്ളൊരു കളറല്ല കിട്ടുന്നത് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മൊത്തത്തിൽ വന്നിരുന്നു. സോ അതിൻ്റെ ക്ലിയർ ചെയ്യാനായിട്ട്, ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള പണിപ്പുരയിലാണ് സാംസങ്. തൊട്ടടുത്ത ദിവസം തന്നെ അത് കിട്ടും. സോ S24 സീരീസ് എടുത്തിട്ടുള്ളവർ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ഒന്നും കൂടി ബ്രൈറ്ററായിട്ട് മാറും. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിക്കണ്ട പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇത്രമാത്രം. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അത്രേ ഉള്ളൂ. ഗുഡ് ബൈ.